എല്ലാവർക്കും അടി വാങ്ങും വ്ലോഗിലേക്ക് സ്വാഗതം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഓൾ. ഗായ്സ്, അപ്പൊ നമ്മുടെ അമ്മച്ചി ഇതേ മുകളിൽ ഇരിപ്പുണ്ട് വണ്ടിയും കാത്തു. അല്ല സ്മിച്ചു ആരാ? അപ്പൊ നമ്മുടെ അമ്മച്ചി മുകളിൽ അവിടെ വണ്ടിയും കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഗായ്സ് ടൗണിലേക്ക് വെറുതെ ചെറിയൊരു ഷോപ്പിങ്ങിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണിലേക്കാണ് ഗായ്സ് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. തൊട്ടടുത്തല്ല, നല്ല ദൂരെയാണ്, നമുക്ക് നല്ല ദൂരെയാണ് കേട്ടോ. പക്ഷെ അടുത്തെന്ന് പറയാൻ മാത്രം ആ ഒരു ടൗൺ മാത്രം അവിടെ ഉള്ളൂ, അല്ലേ മമ്മേ? അപ്പൊ നമ്മൾ ഇന്ന് ആ ടൗണിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. ആക്ച്വലി നമ്മൾ വീഡിയോ എടുക്കാൻ അല്ല പോകുന്നത്, സാധനങ്ങൾ വാങ്ങാനാണ് പോകുന്നത്. അപ്പൊ ചെറിയൊരു വ്ളോഗും കൂടി കിടക്കട്ടെ നിർത്തും, അല്ലേ? അല്ലേ? ഇത്ര നാളോടെ പോയിട്ട് നമ്മൾ പണ്ടായിരുന്നു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പൊ നമുക്കിന്ന് കുറെ പണികൾ ടൗണിൽ ചെയ്യാനുണ്ട്. വ്ളോഗ് എടുത്തന്ന് അന്നത്തെ രാത്രിയായിരുന്നു വയനാട്ടിലെ ഉരുള് പൊട്ടിയത്. ജൂണിലല്ല, 2024 ജൂലൈ 24 ഹലോ, ഞാൻ നേരത്തെ ഫോട്ടോന്റെ ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ജൂലൈ 2024 ആണെന്ന് പറയാം. ഉരുളെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അന്നത്തെ മഴ എന്ന് പറയുമ്പം നിർത്താതെ ഇങ്ങനെ കൂടി കിടക്കുമായിരുന്നു. അതെ. ഗായ്സ്, അപ്പൊ നമുക്കിന്ന് എന്തുണ്ടെന്നറിയോ? നമുക്കിന്ന് തേങ്ങ ആട്ടാനുണ്ട്, എണ്ണ എടുക്കാനുണ്ടല്ലേ അമ്മ? ചെണ്ട് ഇവിടെ ഹൊട്ടിട്ടുണ്ട്. ഡോണ്ട് ടച്ച് മൈ ഹെയർ, ഓക്കെ? ഞാൻ സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്കെന്താ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഉള്ള കാര്യം പറയാലോ ഗായ്സേ, ഒരു സാധനം ഇല്ലാത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. കാരണം കിട്ടില്ല, അക്കരെ താണ്ടി പോണം. ഇവിടുന്ന് അരി കിട്ടിയാല് പഞ്ചസാരക്ക് അക്കരെ താണ്ടണം. അതന്നെ, 7 കടലിന്റെ അപ്പുറം പോണം. അതാണ് അതന്നെ ഭയങ്കര അവസ്ഥയാണ്. ഒരു സാധനം ഇവിടെ അതല്ലേ അവസ്ഥ. അതുപോലെ വണ്ടി കിട്ടുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. ഈ വയനാട്ടുകാരുടെ അവസ്ഥയെ കാട്ടുമുക്ക് മരം കേറി 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 പോവായിരുന്നു. ഓട്ടോസ് ഉണ്ടെങ്കിലും ആവശ്യത്തിനൊന്നുമില്ല. അതന്നെ, ബസ് വരെ ഉണ്ട്. എന്നിട്ട് പക്ഷെ ആവശ്യത്തിനൊന്നുമില്ല. അതാണ് ഞങ്ങളെ ഒരു അവസ്ഥ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഈ അവസ്ഥയിൽ കൂടി പോവാതെ രക്ഷയില്ല, അല്ലേ മമ്മേ? പേഴ്സിനുള്ളിൽ എടുത്തു വെച്ച് ഞാനാണോ? ഈ ഇന്ത്യന് ഒരു ഓർമ്മയില്ല. ഗായ്സ്, അപ്പൊ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിക്കണം. അപ്പൊ നമ്മള് വണ്ടി ഇങ്ങനെ കാത്തു നിക്കുവാണ് കേട്ടോ ഗായ്സ്. അപ്പൊ നമുക്ക് അതുകൊണ്ടാ ഭയങ്കര അതാ കൊട കരിമനടിച്ചു അല്ലേ? കൊട കരിമനടിച്ചു. എന്താ രാത്രിക്ക് നിവർത്തി വെക്കാൻ നിനക്ക് അറിയത്തില്ല വേണ്ടി? രാത്രിക്ക് നിവർത്തി വെക്കാൻ നിനക്ക് അറിയില്ല? എന്നിട്ട് എന്താ ഇങ്ങനെ വെറുതെ കള്ളം പറയാൻ നിക്കല്ലേ? നല്ല നല്ല അടിന്റെ കുറവുണ്ട്. ഇത്രയും സുന്ദരമായ കയ്യിൽ അടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഓഫ് ചെയ്തോ? ഇല്ല. അപ്പൊ നമ്മൾക്ക് വണ്ടി വരുന്നുണ്ട് ഗായ്സേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓണത്തെ നമുക്ക് ടൗണിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗായ്സ്. ഇപ്പൊ നമ്മൾ ഓട്ടോയിൽ കയറാൻ പോകും. അതുകൊണ്ടോ KCB കയറാൻ തോന്നുന്നു. വന്നിട്ട് നമുക്ക് പണി തന്നിട്ടേക്കാണ് ഗായ്സ് ഈ കാണുന്നത്. ഉള്ള നമ്മുടെ മരം മുഴുവൻ വെട്ടി. ഇത് കണ്ടോ, നമ്മുടെ വഴിക്കേക്കാണ് കേട്ടോ ചാടിച്ചിട്ടേക്കുന്നത്. എന്നിട്ട് ഇതുണ്ടോ, അവിടെ ചാഞ്ഞ് നിൽക്കുന്ന ആളെ ഞാൻ അവരുടെ കൈക്കല്ലില്ല. ഇതുണ്ടോ, അതോ നമുക്ക് കയറാൻ ഗായ്സ്. ഞാൻ മടിയിലാണ്. കൊടനെ കിടത്തണം. ഇത് പിടിച്ചോ. ശുഭമുഹൂർത്തത്തിന് ഇപ്പോഴാണ് മഴ. അല്ലെങ്കിൽ പണ്ടേ ഇങ്ങനെയാണല്ലോ ഞങ്ങൾ ഇറങ്ങാൻ കാത്തിരുന്ന മഴ. സത്യം. ക്യാമറ നമ്മുടെ ക്യാമറ വാട്ടർ പ്രൂഫ് ആയിട്ട് മഴയത്തൊക്കെ ഉള്ള അല്ലേ ചേച്ചി? 5 അല്ല 4 എന്നാണ് പറഞ്ഞത്. എന്താണ് ശരിയില്ലേ? മഴ കുറഞ്ഞിട്ട് പോകാനാണോ അമ്മേ? കണ്ടില്ലേ? പോണം. എന്താലേ ഭാഗ്യം, കേറി ഇറങ്ങി വട മഴ അല്ലേ?
അത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ഭാഗ്യങ്ങളുണ്ട് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ കൊട ഇതാണ് നമ്മുടെ കേണിച്ചിറ ടൗൺ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ കേണിച്ചിറ ഗ്രാമീൺ ബാങ്കിൻ്റെ തൊട്ടടുത്താണ് കഴിച്ചിട്ടുള്ളത്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അടുത്ത് കേണിച്ചിറ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ. ഹലോ പ്ലീസ് വായടക്കി. അപ്പം ഇതിൻ്റെ മുകളിൽ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഏത് ആരാധനയാ? നമ്മുടെ ആരാധന. നമ്മുടെ അതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിൽ കൂടി പോകില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ആ റൂട്ട് പോകുന്ന നമ്മുടെ ആരാധന ബസ്സാണ് കഴിച്ചാൽ കാണുന്നത്. ഇന്ത്യൻ മമ്മൻ ഓട്ടം തുടങ്ങി. ഇനിയിപ്പോൾ എനിക്കും ഭ്രാന്ത് പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ല ഇപ്പം 20 രൂപ എങ്ങനെ ഞങ്ങളങ്ങനെ കേണിച്ചിറ ടൗണിൽ കൂടെ നടന്നു പോവാണ്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഗൈസ്. നല്ല കാറ്റടിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം. ഇതെങ്ങോട്ടാ പോകുന്നേ? ആ ഇതിന്റെ മുകളിലാണോ അവിടെ? അപ്പൊ അമ്മയ്ക്ക് ഒരു ചെറിയ സ്ഥലം വരെ പോകണം. മമ്മയോടെ വരെ പോയിട്ട് വരട്ടെ. അപ്പം നമുക്ക് അത്ര നേരം നമ്മളും പോകണം. ഞങ്ങൾ പറഞ്ഞാൽ നമ്മൾ പോകണ്ടേ? നമുക്കും പോയാലോ എന്നാ? അപ്പം നമുക്കും പോന്നാ. അല്ല ഈ ഷോപ്പറോ എന്നാ മാമാറ്റ് പോയാൽ മതി. ഞങ്ങളിവിടെ നിന്നോ. ടാറ്റാ. ഇവിടെ ഗായ്സ് ഇതിപ്പോൾ എവിടെ വെക്കും? കാരണം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ കാര്യം ഫുള്ള് റഷായിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം തണുത്ത് കയറി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ആവി എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ല തണുത്തിട്ട് കുളിര് കൂറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ചിലരൊക്കെ ഇതേ ഷൂ കെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം. എന്തിന്? നമുക്ക് മമ്മേൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ ഗായ്സ്? അപ്പം നമ്മൾ മഴ കാത്ത് നിൽക്കുക. അതന്നെ ഒരു മാറി മൂക്കിലെ പ്രണയിച്ചു പോയി പൂവമ്പലമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. വാനിടം മംഗളമാരവിക്കേ ഓമലേ നിന്നെ ഞാൻ സ്വന്തമാക്കും. ആ പറഞ്ഞ പോലെയാണ് ഇപ്പം മഴ നല്ല തകർത്ത് നമ്മളോട് എന്തോ വലിയ പ്രതികാരം ചെയ്യുന്ന പോലെയാണ് മഴ ഇപ്പം തകർത്ത് നമ്മുടെ കേണിച്ചിറയിലേക്ക് പെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി മഴയാണ് കേട്ടോ. കണ്ടോ? എൻ്റെ ദൈവമേ എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ മഴയത്ത് ഇറങ്ങിയൊന്ന് നനയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ഡ്രസ്സ് മുഴുവൻ നനയും. അതാണ് ഗായ്സ് ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മഴ നനയുന്ന കാര്യം അതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര മഴ തകർത്ത് വീണോണ്ടിരിക്കുന്ന മഴ. അതെ സത്യം തന്നെ മഴ നനയാൻ തോന്നുന്നുണ്ട്. അതെ കൊതിയാവുക മഴ നനയാൻ കൊതി. അതെ ഷീറ്റിന്റെ മുകളിലേക്ക് മമ്മയുടെ അടുത്ത് മഴയ്ക്ക് ഇവിടുന്ന് മഴ. നമ്മളെ പറപ്പിച്ചോണ്ട് പോവേ. ആനന്ദപുരി ആനന്ദപുരി ബസ് വന്നു. ആനന്ദപുരി ബസ് നമ്മുടെ സ്വന്തം ബസ് അല്ലേ? അതെ. അപ്പൊ ഇനി മഴ കാത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ ഗായ്സ്? അല്ലേ? കാത്തുനിന്ന് ഇപ്പൊ 2 പ്രാവശ്യമായി. ആ പാട്ട് ഓർത്തിക്കാൻ തോന്നി. എൻ്റെ മമ്മ എന്നെ കൂടി എനിക്ക് ഏറ്റവും വലിയ ചന്തച്ചാണ്. മമ്മക്ക് ചന്തച്ച ഞങ്ങൾ ചന്തച്ചല്ലേ ചങ്കിച്ചാനോ ചങ്കിച്ചാനോ. ഇത് ഞാൻ മണ്ടന്മാർ 2 കൂടി അവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കഴുത്തേലൊക്കെ പിടിക്കണം. ഹലോ പ്ലേസ്. അയ്യോ സോറി. മഴ ചെറുതായിട്ട് കുറഞ്ഞു. പക്ഷേ മുഴുവനായിട്ട് കുറയണം അല്ലേ മമ്മ? യെസ്. ഇവിടെ ചിലരൊക്കെ തേങ്ങ ആട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും തേങ്ങ ആട്ടി നമ്മൾ ആടേണ്ട വരുമല്ലേ? ആടാട് അങ്ങനെ പാട്ടുപേപ്പർ ആയിട്ടുണ്ടല്ലോ. ആണോ? പാട്ടുപേപ്പർ പോയി. ആദ്യമൊക്കെ വരുന്നുണ്ട്. ക്യാമറയുടെ എല്ലാവർക്കും പേടിയാ. പേടി എല്ലാവർക്കും എൻ്റെ ക്യാമറ കാണുമ്പോഴേക്കും ഓടി സ്ഥലം വിടുക. ക്യാമറ കാണുമ്പോഴേക്കും എല്ലാവരും ഓടി സ്ഥലം വിടുക. അവരൊക്കെ എന്തൊക്കെയോ കുറ്റം ചെയ്തിട്ടുണ്ട് മമ്മേ. അവരെന്തൊക്കെയോ കുറ്റം ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ കുറ്റം വിളിച്ചു പറയാൻ കാണിച്ചു തരാം. ഞാൻ ക്യാമറയാണ്. ഞാൻ വീഡിയോ എടുക്കട്ടോ. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഗായ്സ്. നീ പറഞ്ഞ
എന്തൊക്കെയാണ് വിശേഷം ഒരാൾ ഓടുന്നുണ്ട്. അതാ ഗായ്സ് സെബാൻ എന്ന് പറഞ്ഞ നമ്മുടെ മീനങ്ങാടി ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് വൈകുന്നേരം ഈ ബസ്സിനാട്ടോ ഗായ്സ് വരുന്നത്. വാളേരി ബസ് എത്തുമ്പോ 6 പ്ലേസ് ഹലോ പ്ലേസ് വാളേരി. അപ്പൊ ക്വാണിച്ചിറയിൽ മഴ കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം പോകണം. അപ്പൊ നമുക്ക് എന്താ ചിക്കൻ വാങ്ങണം, മീൻ വാങ്ങണം, മട്ടൻ വാങ്ങണം. അതാ ഞാനിപ്പോ എന്തിനാ മഴ കുറയാന്ന് പറഞ്ഞത്. ചേച്ചി സാറില്ല ചേച്ചി കാര്യം നമ്മുടെ KSRTC വന്നിട്ടുണ്ട് കേട്ടോ ഗൈസേ. KSRTC ബസ്. അവിടെ വീട് ഉള്ളിലേക്ക് അമ്മേ പോരും മഴ. അതാ ഗായ്സ് വെള്ളം ഒഴുകി വരുന്നുണ്ട്. നമ്മുടെ അടുത്തേക്കാണ് കേട്ടോ ഈ വെള്ളം ഒഴുകി വരുന്നത്. കണ്ടോ മിക്കവാറും നമ്മളെ നനയ്ക്കാണ് ചാൻസ്. ഒന്നും അല്ല, അത് ടെറസിലെ വെള്ളം വീഴുന്നതാണ് കേട്ടോ. മിനി ഡ്രെയിനേജ് ആണ് കണ്ടുപിടിച്ച് മിനി ഡ്രെയിനേജ്. തല കൊച്ചു എന്നേരം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് മനുഷ്യരെ കൊല്ലും. ഇതെന്താണ് അമ്മ, എന്തൊരു മഴയാണ്, തകർത്ത് പെയ്യുന്ന മഴ. ഓ ഗായ്സ് പൗരു മഴ 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 ഒരു പനിനീർ പൂമഴ അയ്യോ മഴ 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 മഴയുടെ ആദ്യത്തെ തുള്ളി നിന്റെ നിറുകയിൽ തീർത്ഥമായി വീണുടഞ്ഞു ഒരു മഴവില്ലിന്റെ വർണ്ണം വാരി ചിതറിയ ജലകണം മഴയുടെ ആദ്യത്തെ തുള്ളി. ഗായ്സ് അങ്ങനെ നമ്മുടെ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് സർവൈവ് ചെയ്ത് പോകണം. സ്റ്റാൻഡിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ നമ്മൾ ചെളിയില്ലാത്ത കുറവുള്ളൂ. അതെ നമ്മുടെ മമ്മ അതെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ വരി വരിയായിട്ട് നടന്ന് പോവുകയാണ്. ഇത് എങ്ങോട്ടാ പോകുന്നത്? കടയിലേക്കാണ് തോന്നുന്നു കാശ് പോകുന്നത്. എന്ത് ചെയ്യുമേ അതാ ജുവാനേവിലിന്റെ മഴ നനയാൻ പോകുന്നു. എടാ നീ എന്ത് നോക്കി നമ്മുടെ കൂടെ തന്നെ ഹൈടെക് ആണോ? അതെ അതെ അതെ. ഹലോ ഇപ്പൊ ഇതില് ക്ലിക്ക് ചെയ്ത് നമ്മൾ കാണണം. ഗായ്സ് ഞങ്ങൾ എല്ലാരും നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറെ പിള്ളേരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. കയ്യിൽ ക്യാമറ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഭയങ്കര അയ്യോ ചെമ്മാനം ഗായ്സ് എന്ന് ക്യാമറയും കൊണ്ടാണെങ്കിൽ ഇതാണെന്ന് പറഞ്ഞിട്ടില്ല. ഭയങ്കര നോക്കോട്ടിങ്ങനെയാണെങ്കിൽ ഷൂ നമുക്ക് വീഴാണ്ട് അങ്ങനെ മത്സ്യമാംസ മാർക്കറ്റ് പൂതാടി ഗ്രാമപഞ്ചായത്തില് കേണിച്ചിറയിലാണ് കട തുറക്കില്ല. പോത്തും കാലൊന്നും കാണാൻ കിട്ടിയില്ല ഗൈസ്. തൊട്ടടുത്ത് ആറ്റുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിത് ഇറക്കിറങ്ങിയത് മീൻ കടയിലേക്ക് കയറുകയാണ്. നമ്മുടെ പന്നിക്കട ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പന്നിക്കട പൊളിച്ചു കളഞ്ഞു ഗൈസ്. പുതിയത് പണിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അത് പൊളിച്ചു കളഞ്ഞാൽ പുതിയത് ചിക്കൻ സ്റ്റാൾ ഉണ്ട് ഗൈസ്. നമുക്കിന്ന് മീൻ മതി കേട്ടോ. അത് നമുക്ക് ചിക്കൻ വേണ്ട. അയ്യോ ഇന്നാകെ 3-4 മീനുള്ളൂ. ഹലോ ഹലോ ഹലോ. അപ്പൊ നമ്മുടെ മീൻ ചേട്ടൻ്റെ മീൻ വെട്ടുന്നുണ്ട്. മീൻ തരാ രുചിച്ചിട്ട് തന്നെ. ഇത് നമ്മുടെ തോല് പൊളിച്ചതാ. അതന്നെ. പക്ഷെ ചേട്ടന്റെ തലേന്ന് പറഞ്ഞ കെട്ടി വാളയ്ക്ക് മീശയുള്ള മൂഷിയായി പോയി വാള. കുഞ്ഞാച്ചീനെ പോലെ വീശയെ പോലെ. നിനക്ക് താടിയല്ലാണോ ഉള്ള താടി? അത് മീനിനുണ്ടെന്ന്. അതെ. അപ്പൊ നമുക്ക് എന്താ മീൻ നോക്കാം. നത്തൂരി എനിക്ക് വറുത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വറുത്ത് കഴിക്കാൻ. എനിക്ക് ഈരിട്ട് വെച്ചാ 4 ദിവസം കൂട്ടാം. ഡയലോഗ് മറന്നുപോയ മമ്മേ. നമ്മുടെ കലാചോദന ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിലോപ്പി. ആക്ച്വലി എനിക്ക് വലിയ മീനുകളാണ് ഇഷ്ടം. ചെറിയ മീനുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെന്താ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ലൈക്ക് എനിക്ക് മത്തിയായാലും എനിക്ക് പക്ഷേ ഈ ചെറുത് മീൻ ഇഷ്ടമാണ്. പൊട്ടിച്ചത് ഇല്ലില്ല പൊട്ടില്ല. ഞാൻ മേടിച്ചിട്ട് പൊട്ടിക്കാം. അടി വാങ്ങും പാങ്ങാൻ ഗായ്സ്. അപ്പം നമുക്ക്
ഫിഷ് വാങ്ങാം അല്ലെ? വാങ്ങാം. ഇവിടെ ചേട്ടന് ഭയങ്കര തിരക്കാണ്, വേഗം മീൻ തരാനൊക്കെ പറയുന്നത്. അതെന്തോ മീനാണ്, എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ടേസ്റ്റ് ഉള്ള പോലെ ഉണ്ട്. വലിയ ടേസ്റ്റ് തോന്നുന്നില്ല കേട്ടോ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ വലിയ മീനാണ്. ഏതാ മീനിന് പേരില്ലേ? അമ്മയ്ക്കോ? എനിക്ക് ഡോൾഫിൻ. എനിക്ക് വെള്ള കളറുള്ള ഡോൾഫിൻ, റോസ് കളറുള്ള. നിനക്ക് ഇഷ്ടമുള്ള മീൻ തിന്നാൻ അതൊരു ഡോൾഫിൻ തിന്നണ്ടത്. ഇവിടെ വരുന്ന മീൻ തിന്നാ മതി. പറയേ. ഓ, അപ്പൊ നമ്മൾ അതോടെ മീൻ പുഴുങ്ങി തിന്നാൻ പോവാണ് കഴിച്ചത്. വാവ്. അപ്പൊ ഒരു തല എനിക്ക്, അപ്പൊ ഒരു തല ഒറ്റയ്ക്കാൻ തിന്നാൻ പോവാണ്. അപ്പൊ നമുക്കുള്ള 4 തലയാത്തുണ്ട്. അമ്മച്ചിക്കുള്ള തല ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. തല തന്നെ ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ, ഡ്രസ്സൊന്നും ഇല്ലാതിരിക്കും. വിശാലമായിട്ട് കഴിക്കണം. ഇത് ഇച്ചിരി വിശാലം കൂടുതലാണ്. ഈ പോവാത്ത കാര്യം പറഞ്ഞില്ല കേട്ടോ ഗായ്സ്. അപ്പം എനിക്കിഷ്ടമുള്ള മീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തൂത ഇഷ്ടമാണ്, മത്തി ഇഷ്ടമാണ്, അയല ഇഷ്ടം, എനിക്ക് എല്ലാ മീനും ഇഷ്ടമാണ് ഗായ്സ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പൈസയാ. അപ്പൊ നമ്മൾ മീനൊന്ന് വേഗം പാക്ക് ചെയ്യട്ടെ ഗായ്സ്, അല്ലേ മക? സഞ്ചി 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 സഞ്ചി. ഇപ്പൊ നമ്മുടെ മീൻതല അല്ല വേണം, ഞാൻ പിടിച്ചോളാം. അതൊക്കെയാണ്, അതത്ര പോകുന്നില്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മളിന്ന് മീൻതല മാത്രം വിൽക്കാൻ പോവാ. അപ്പൊ നമ്മളെ അതെ, അപ്പൊ മമ്മേന്റെ സ്പെഷ്യൽ തലക്കറി ഞങ്ങൾ ഒറ്റയ്ക്ക് തല തിന്നുന്നതാണ്. മമ്മ തല അതോടെ വിളങ്ങണേ. മമ്മേനല്ല, ചേട്ടന്റെ തലേന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചോദിക്കും, തല വിട്ടൊന്നില്ലെങ്കിൽ ഞാനിവിടെ സമരം ചെയ്യാം. ചേട്ടന്റെ തല സൂപ്പറായിരുന്നു, ഇനിയും തല വേണം. ഹലോ സോറി, വലിയൊരു കോട, ഇതിന് വലിയ കോട നമുക്ക് അത്യാവശ്യമല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നോ വാങ്ങുന്നുണ്ടെന്നെ. മുകളില് കപ്പ എന്താ മുരടിച്ചിരിക്കുന്നേ? പറയാ ആരോ പിരിച്ചു വെച്ചോ. ഗായ്സ്, അപ്പൊ നമ്മള് മുട്ടയല്ലല്ലോ വാങ്ങുന്നേ. തല പിടിക്കുക. ഞാൻ പൈസ എടുത്ത് വെച്ചിട്ടുണ്ടോ? പൈസ എന്റെ കയ്യിലുണ്ട് ഗൈസ്, ഞാൻ പൈസ പാക്ക് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ഒരു ഷോപ്പിലേക്ക് കണ്ടിട്ട് നമ്മൾ എണ്ണയോ വെളിച്ചെണ്ണ എന്തൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം. അവിടുത്തെ തല വെട്ടാൻ പറ്റാത്ത എന്താ വെച്ചാൽ കത്തിന്റെ മൂർച്ച വന്നു പറഞ്ഞു. കാരണം നമുക്ക് എന്തോട്ട് കോടാലി എടുക്കണം. ഞങ്ങൾ തല വിടുന്ന ഇടും, തലക്കല്ലേ വെച്ച് വെട്ടുന്നു. അത്ര പോയല്ല. പങ്കം കടിച്ചു വെക്കണോ? എന്റെ കത്തിക്ക് മൂർച്ചില്ല അത്രയും വലിയ തല വെട്ടാൻ. അതന്നെ. അപ്പൊ നമുക്ക് തല വെട്ടണ്ടേ? അപ്പൊ നമ്മള് കോടാലി എടുക്കണം. സാധാരണ കത്തിക്ക് അല്ല, നമ്മുടെ സാധാരണ കത്തിക്ക് നമ്മുടെ കൈ മുറിയാൻ മാത്രം മുറിച്ചുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഏടാ അന്നൊരു കാര്യം ഞാൻ തൂമ്പ എടുക്കാം. അയ്യോ, ഈ വണ്ടി എന്തിനാ നമ്മുടെ തല എവിടെ നിന്നാലും നമ്മളോട് അതെ. വീടല്ല പ്ലേസ്, ആരുടെ വീടല്ല അല്ലേ വങ്ക? എടാ കോലുമിഠായി കട പറഞ്ഞു തുടങ്ങി. കട കണ്ടോ? ആ കട കണ്ടോ? നമുക്ക് ഒരിക്കലും കടയാണ് കേട്ടോ. വിഷുവിനല്ലേ ചേച്ചി? പിടിക്കും, ഞങ്ങൾ കഥ പറയാം. പാവാടി ഇല്ലാത്ത സമയത്ത് ദേഷ്യം ഞാനും കണ്ട. ഇന്ത്യൻ മമ്മിനെ ദേഷ്യം ഉണ്ടെന്ന് അത് നോക്കട്ടെ. ഞങ്ങളെ കണക്ക് കൂട്ടലുണ്ട് കേട്ടോ, അല്ല ലിസ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. ബില്ല് കിട്ടും. സോറി, എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ കടയിൽ വലിയ കോലുമിഠായി പറയട്ടെ കഥ. നമ്മള് സാധനങ്ങൾ വാങ്ങാൻ നിൽക്കും കേട്ടോ. അപ്പൊ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ഇടയ്ക്ക് അമ്മക്ക് ടെൻഷൻ ആകെ. നോട്ടെ, നമ്മള് വയനാട്ടിലാ. ബസ് കാണുമ്പോ ഒരു റീൽസ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റയിൽ നോക്കിയാൽ ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയല്ല കഴിച്ചേ. ബസ്സിന്റെ നിങ്ങൾ നമ്മളെ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. നമുക്ക് ബാക്ക് വിഷയത്തിലേക്ക് വരാം. കോലുമിഠായി നമ്മൾ വാങ്ങും കേട്ടോ. വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയ ഉള്ളില് ബബിളൊക്കെയുള്ള ജോളി റാഞ്ചറിന്റെ ലോലിപോപ്പ് അല്ലേ? അല്ലാത്തതാ വാങ്ങിയത്. ഒരു പശുച്ചവ പോലെ നല്ലത് ഒരു ഫുള്ള് വലിയ നമ്മുടെ വായി തികയില്ല. ജോളി റാഞ്ചറിലുള്ള വേറെ ഉള്ളില് ബബിൾക്ക് ഇല്ലാത്ത തന്നെ സ്ട്രോബെറി. അത് നാക്കിലാക്കിയ സ്ട്രോബെറി മുറിയും. കുഞ്ഞാച്ചി മാംഗോ എന്നിട്ടുണ്ട് ഞങ്ങള് വാങ്ങിട്ടോ. കടക സാധനം വാങ്ങി തലക്ക് ഭ്രാന്ത് പിടിച്ചപ്പോ ഇവര് നല്ല ആൾക്കാരാ. കടയിലെ സാധനം വാങ്ങുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ എടുക്കുന്ന കാര്യങ്ങളും അതുപോലെ നോക്കുന്ന കാര്യങ്ങളും കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. എനിക്കറിയാം നിങ്ങളെ ഓട്ടം. അതിന്റെ ഞങ്ങൾ നോക്കുന്നുണ്ടല്ലേ? എന്നിട്ട് നാട്ടില് കോലുമുട്ടായി ആക്കിട്ടോ. എങ്ങനെ അറിയോ? ഒരു എക്സാമ്പിൾ
എന്റെ കുഞ്ഞാച്ചിനെ മുൻപിട്ട് എന്റെ നാക്കിലാക്കുന്നു, എന്റെ വേദന കുഞ്ഞാച്ചി നാക്കിലാക്കിട്ട് ഇത് ഉറയ്ക്കണ്ട, ഇത് എവിടെ വരെ കവറെത്തുന്നുണ്ടോ നോക്കാം. നിനക്ക് അവിടെ ഞാൻ പറയട്ടെ, അതല്ല സംഭവം. ഇവിടെ ഞങ്ങളുടെ നാക്കിന്റെ കളർ മാറിയോ പറ്റേ. അപ്പൊ എന്താക്കി ഞാൻ പറഞ്ഞാടാ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ എന്താ പറയാ സ്റ്റിമുലി എന്നൊക്കെ പറഞ്ഞ് നമ്മള് പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഇവിടുന്ന് പോവാനാ? ചിക്കൻ വാങ്ങുന്നുണ്ടോ? നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയ പോരെ? ഇതിന് മാത്രം ഉണ്ടോ സാധനങ്ങള്? അങ്ങോട്ട് പോകുന്നത് രണ്ടുപേര് പോയിട്ട് മമ്മീനെ വിളിച്ച് ചിക്കനും വെച്ച്. അപ്പൊ ഓട്ടോ എവിടുന്നാ? അയ്യോ എന്താ പ്രശ്നം? എന്തോ ഇവിടെ ചത്തി തല കറങ്ങുന്നു മറ്റേ. എന്റെ ബബ്ബ എന്തൊരു സ്മെല്ല്. മൈക്കിന്റെ ആവശ്യമില്ല. ബബ്ബ ഇത് ഭയങ്കര സ്മെല്ലാ. എനിക്ക് ഇവിടെ തലവേദന എടുക്കുന്നത്. കാലവണ്ടി പടപ്പിക്കാനാണോ ഇങ്ങോട്ട് പെഴുതള്ളി? ഇത് എന്റെ ബബ്ബ ഭയങ്കര ബൗ. ഇത് വണ്ടി ബൗ. ഇത് ഡിയം ബൗവാ. എന്റെ ബബ്ബ നമുക്ക് ഇവിടെ പോകുന്നേ കൂട്ടിന് തരാൻ പറഞ്ഞാൽ പോട്ടെ. എടാ പങ്ക 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 കഥ പറഞ്ഞില്ല. കഥയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് മധുരം എന്തൊരു പാടാ പങ്ക. ഞങ്ങക്ക് മധുരം നമ്മൾ ഭയങ്കര ബുദ്ധൂറ്. അത് അതിന്റെ ബാക്കിയാ അമ്മ. എനിക്ക് തല കറങ്ങുന്ന അമ്മ. ഗായ്സ് ഒരു ബ്രേക്ക് എടുക്കട്ടെ. ഇങ്ങനെ മനുഷ്യനെ കൊല്ലാൻ പാടില്ല അമ്മ. നമ്മൾ മുട്ട ബക്കറ്റിൽ ഇറക്കി, നമ്മൾ എണ്ണ ആട്ടിയിട്ട് വാങ്ങിക്കാനുള്ള ബക്കറ്റായിരുന്നു, കുഞ്ഞു ബക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ മുട്ട ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് സാധനങ്ങളുടെ. സാധനം നമ്മൾ കുറച്ചോട്ടേ വാങ്ങുള്ളൂ. ബാക്കി കഥ നമ്മൾ തീർത്തോ ഭയങ്കര. അതിൻ്റെ ഒരു ഇതങ്ങ് പോയില്ലടാ. ഇതുണ്ടോ നമ്മൾ ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ബില്ല് നമ്മൾ കഥ ഒന്ന് അവസാനിപ്പിക്കാം. കഥ അവസാനിപ്പിക്കും. ഇവിടെ DMDM ഔട്ടോ ഭയങ്കര പറഞ്ഞേക്കാം. ഇത് പിടിക്ക് എന്റെ പങ്ക. യെസ്, ഞങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. പിന്നെ നകുന്തങ്ങൾ പൊട്ടിപ്പോകുന്നു. മൂക്കിന്റെ അല്ല മൂക്കിന്റെ എന്തോ. എന്റെ കാഴ്ച എന്റെ ചേച്ചി എന്റെ പറയുന്നില്ല. എന്റെ കഴുത്ത് മൂക്കും ഉണ്ടാവുള്ളൂ ഇപ്പൊ ക്യാമറയില്. പിന്നെ അത് ഉള്ളത് പിന്നെ കാണണ്ടേ. ഷോപ്പറൊക്കെ പിടിച്ച അമ്മേന്റെ മുടി കാണുന്നില്ല. അതായത് നമ്മളെ നനയ്ക്കുന്നില്ല. നീ ഇത്ര ചെറിയ കൊടി എടുത്തിട്ട് എന്നെ നനയ്ക്കുന്നുണ്ട്. ഹലോ, എന്ത് പാപാ ഞാൻ ചെയ്തത് അത് പറയോ? ഒരു തുള്ളി ക്യാമറയിലാക്കി നമ്മളെ നനച്ച് കാണിച്ചു കൊടുക്കുക. കാണുന്നത്. അയ്യോ ഫോണൊന്നും ഇല്ലേ? അവർക്ക് മുണ്ട് കൊടുക്കുന്നത് ചെവി കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. മഴയത്ത് കൽപ്പറ്റയ്ക്ക് പോണം. ഹലോ, എന്റെ കയ്യിൽ ഇത് കണ്ടോ? എന്റെ മുണ്ടൊക്കെ ഇവിടെ പരിപാടി. ഇവിടെ എന്തോ പരിപാടി. എല്ലാ അമ്മ വൈബുകളും നടന്നു പോവാണ്. ഞങ്ങളിത് മഴ നടക്കുവാണ്. യൂണിഫോം തയ്പ്പിച്ചിടുന്നോ? അയ്യോ, ഇത് ആനവണ്ടിയാണോ വരുന്നേ? അയ്യോ വൈബുകൾ ഒരുമിച്ച് കണ്ടുപിട്ടിപ്പോഴുള്ളതാ. നാളുകൾക്ക് ശേഷം എന്റെ കൈ ഭയങ്കര ഇങ്ങനെ വേദന എടുക്കുന്നു. ഞാൻ മാറ്റി പിടിക്കട്ടെ ഞാനൊന്ന്. അമ്മ ഈ പൈങ്കിളി എന്നെ നനയ്ക്കും. അമ്മ മുട്ട നിലത്തിട്ടായോ? ഞാൻ റോട്ടിലിരുന്ന് വെയില് വരുന്ന ഇവിടെ നല്ല മനുഷ്യനെ പേടിപ്പിക്കാൻ ആരാ? എടാ നമ്മുടെ സ്വന്തം പ്രതാപൻ ഡോക്ടറെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ അമ്മച്ചിക്ക് കാലിന് നീര് വെച്ചിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ കാട്ടിക്കൂടി നടന്നതല്ല. എടാ നീ ഒന്ന് നടക്കുന്നുണ്ടോ? ഒന്ന് ആണക്കൊണ്ടേ ഉണ്ടാവും ചേച്ചി മഴയത്ത്. അല്ലേ എന്താ ഇല്ലേ? അത്ര പോയില്ല. അപ്പൊ നമ്മള് ഷോർട്ട് കട്ട് കാടിയാണ് നമ്മുടെ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ അമ്മച്ചിക്ക് മരുന്ന് വാങ്ങാൻ നമ്മൾ അമ്മച്ചീനെ അങ്ങോട്ട് വിട്ടത്. അയ്യോ ഒന്നല്ലേ ഇങ്ങോടെ കാലമാണ്.
ഗായ്സ്. അപ്പൊ നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മൾ വേഗം പോകുന്നത് നമ്മുടെ പ്രതാപൻ ഡോക്ടർ എടുത്താണ് കേട്ടോ. നമ്മുടെ മൃഗങ്ങൾക്കായാലും നമുക്കായാലും എല്ലാത്തിനും നമ്മൾ ഡോക്ടർ എടുത്താണ് മരുന്നുകൊണ്ട് പോകുന്നത്. പിന്നെ ഹോമിയോ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, വേഗം തന്നെ കുറയും ചെയ്യും, മോസ്റ്റാണ്. അപ്പം നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുവാണ് കേട്ടോ. അമ്മേ ഷോർട്ട് കട്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ബേക്കറി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് കേട്ടത്. ഇവിടെ വരുമ്പോൾ നല്ല പപ്സിൻ്റെ മണമുണ്ട്, പപ്സിൻ്റെ. എടാ നീ എന്നെ നനയ്ക്കാനാണോ പ്ലാന്? ആ കണ്ടു. വേണ്ട 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 റോസപ്പൂ പറിക്കണ്ട. എടാ പാവള എന്നെ പറിച്ച് വേദനിപ്പിക്കില്ല, അവിടെ നിന്നോട്ടെ. ഇതാണ് നമ്മുടെ പന്നീർ റോസപ്പൂ. വാ ഇത് കണ്ടോ നമ്മുടെ പന്നീർ റോസ. അയ്യോ വെള്ളം കാരണം മോസ്റ്റ് പങ്ക പറിക്കണ്ടടാ. ഹായ് നല്ല മണം. ഹായ് നല്ല മണം, നല്ല രസമുണ്ട് പങ്ക. നീ എന്നെ നനയ്ക്കാനാണോ പ്ലാൻ? അവിടെ നിന്ന് ചൂട്, ഞാൻ പോട്ടെ. നമ്മുടെ ഡോക്ടർ റൂം അതാണ്. അയ്യോ ആ പന്നീർ റോസയ്ക്ക് വലിയൊരു ഐതിഹ്യമുണ്ട്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചെന്നിട്ട് കുളഞ്ഞു കൂടിയത് എന്നെ നനയ്ക്കാനാ. എത്ര പ്രാവശ്യം ഇവിടെ പുല്ല് കളയുന്നവരൊക്കെ വരും, എന്നിട്ട് പുല്ല് മുഴുവനും കളയും. പക്ഷെ എന്നാലും എന്താ സംഭവം എന്നറിയോ, പുല്ല് കളഞ്ഞ് റോസപ്പൂവിൻ്റെ വേരടക്കം കളയും. പക്ഷേ എങ്കിലും റോസപ്പൂവ് തളിർത്ത് വരും. അതാണ് ആ റോസപ്പൂവിൻ്റെ വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എടുക്കുക. എടാ നിങ്ങളത് എടുത്തിട്ട് വാട്ടോ. ഇതുണ്ടോ ആരോടാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൊടയുന്ന കൊടങ്ങന്മാരാണ്, കൊടങ്ങന്മാർ. എന്താ ബുദ്ധി ഇതിനെ പറയാം, അതിബുദ്ധി. ഇതിനെ നെറ്റിയിൽ കൊതുക് ഇരിക്കുന്നു. കൊല്ല് കൊല്ല് കൊല്ല്. അരേ പ്രതികാരം ചെയ്യട്ടെ, പ്രതികാരം ചെയ്യ. ഗായ്സ് അപ്പം നമ്മൾ ഡോക്ടറെ എന്താ എടുത്തു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതുണ്ടോ അല്ലേ അമ്മേ? കണ്ടോ, പക്ഷി മൃഗാദികൾക്കുള്ള മരുന്നുകൾ ലഭ്യമാണ്. അവർക്ക് വരെയുള്ള മരുന്ന് മോസ്റ്റർ. അപ്പം നമുക്ക് നമ്മുടെ കൊച്ചുകുട്ടന്മാർക്കുള്ള മരുന്നൊക്കെ നമ്മൾ എപ്പോഴും വാങ്ങുന്ന നമ്മുടെ ഡോക്ടറെ എടുക്കുന്നതാണ് പോയി മേടിച്ചിട്ട് മോസ്റ്റായിട്ട്. ഗായ്സ് കണ്ടോ നമ്മുടെ കേരളത്തിലെ ഒരു എന്താ പൂതാടി അല്ലോ, ഇതെവിടെ പൂതാടി പഞ്ചായത്ത് ഇതാക്കാണ്. അവിടെയാണ് നമ്മുടെ പഞ്ചായത്തുള്ളത്. മമ്മി ഇത് എങ്ങോട്ട് പോകുന്ന റൂട്ടാ? പുൽപ്പള്ളിക്കല്ലേ? പുൽപ്പള്ളി പിന്നെ പുല്ലിലുള്ള പള്ളി. യെസ്, പുൽപ്പള്ളിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ എൻ്റെ ഷൂ നല്ല തെന്നുന്നുണ്ട് കാഴ്ചയാണ്. ഞാൻ തെന്നി വീഴുതേ അകത്തത്. അമ്മച്ചി അവിടെ ഇരുന്നിട്ട് ചിരിക്കുന്നുണ്ട്. ഇതുണ്ട് ഇവിടെ മഴ. ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടായിരുന്നു കാഴ്ച. ഇത് പാർട്ടി ഓഫീസാന്ന് തോന്നുന്നു. പാർട്ടി ഓഫീസ് തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ടോ മോസ്റ്റായിട്ടത് ഓട്ടോ സ്റ്റാൻഡാണ്. എന്താ പറയുക വലുതായിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് കുറച്ചടുത്തെന്ന് പറയുന്നത് എവിടെയാണ്. അപ്പം എല്ലാത്തിനും തന്നെ ഇവിടെ വരും, പക്ഷെ ഒരു സാധനങ്ങളില്ല. അതാണ് വലിയൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ മുണ്ടൊക്കെ നനഞ്ഞ് ആകെ അവസ്ഥയായിട്ടുണ്ട്. ഷൂ ഒക്കെ നനഞ്ഞ് നാർത്ത് ചെളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ അവിടെ ഇരിക്കാം. ചിക്കൻ വാങ്ങാൻ എടാ നിങ്ങൾ ചെന്ന് വാങ്ങിയിട്ട് പോവാറ്റ ഭയങ്കര. ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഗായ്സ്. നമ്മുടെ ചിക്കൻ കട തൊട്ട് താഴെയുണ്ട്. ആ VB സ്റ്റോർ എന്ന് എഴുതിയില്ല, തൊട്ടിപ്പുറത്ത് ചിക്കൻ കടയാണ്. അതാ അവസ്ഥ. ഞങ്ങൾക്ക് പാൽപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. പാൽപ്പൊടി കുടിക്കും, തിന്നും, നല്ല ടേസ്റ്റാണ്. പൈസ കൊടുക്കുക. ഞാൻ മണക്കാരിയാണോ? 300? ഓക്കെ ഗായ്സ് ലെറ്റ്സ് ഗോ. ഓ തക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്വന്തം ചിക്കൻ കടയിൽ ചിക്കൻ വാങ്ങാൻ വേണ്ടി 2 കോഴികൾ പോയിട്ടുണ്ട്. അവിടെ ചേട്ടനും അവരും കൂടി എന്തോ കമ്മനോട് സംസാരിച്ചിട്ട് കഴിച്ചു. അവർ ചിക്കൻ കടയിൽ കയറി ചിക്കൻ വാങ്ങി ഇറങ്ങുന്നുണ്ട്. അല്ല ഇത് കഴിഞ്ഞോടെ കഴിച്ച് നമ്മളിനി പോകാനുണ്ട്. അപ്പോൾ ഒരു ബസ് ഇപ്പോൾ ഇതിലങ്ങ് പോയായിരുന്നു കേട്ടോ. ഇവിടെ പുൽപ്പള്ളി ഡയറക്റ്റ് കൽപ്പറ്റ ബസ്സായിരുന്നു അല്ലേ അമ്മേ? അത് ഡയറക്റ്റ് കൽപ്പറ്റയിലേക്ക് വന്ന ബസ്സായിരുന്നു. അപ്പം അമ്മച്ചിയും ഡോക്ടറൊക്കെ അവിടെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ അവർ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വരുന്നത്. അമ്മേ അവരുടെ അടുത്ത് പൈസ ഇല്ലാന്ന്. പൈസ നിൽക്ക്, ഞാൻ കൊടുക്കാം. അല്ല ഇപ്പം ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടി വരില്ലേ? മമ്മ കൊടുത്തിട്ട് വാ ചെല്ല്. കണ്ടോ ഞങ്ങൾ മമ്മേനാണ് കഴിച്ചത്. എല്ലാത്തിനും വിടാറ്. 50 ഉള്ളത്. ഇത് 50-ൻ്റെ ഉള്ളിലുണ്ട് 20. ഒക്കെ പൊതിഞ്ഞ് സുരക്ഷിതമായിട്ട് വെച്ചേക്കും. ഇതുണ്ടോ വാറ്റാൻ ഭയങ്കര വരുന്നത് ഗൈസ്. അല്ല ഇപ്പം അങ്ങ് വാങ്ങിക്കോ, എന്തായാലും വരുമല്ലേ. ഇങ്ങോട്ട് നോക്ക്. ഹലോ 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 പ്ലീസ്. ഈ ഫോട്ടോ എടുത്ത് തരുമോ? ഇല്ല ഫോട്ടോ ഒന്നും ഇവിടെ എടുത്തു തരില്ല ആർക്കും. ഇല്ല ഫോട്ടോ എടുത്ത് തന്നിട്ടുള്ള പരിപാടി ഒന്നും ഇവിടെയൊക്കെ നിർത്തിയതാവട്ടെ. അല്ല അതെ നമുക്ക് വാവാറ്റയും മെയിൻലിയും പൊട്ടന്മാർ 2 വരുന്നുള്ളതൊന്നും നോക്കി നോക്കാം കേട്ടോ. അടുത്ത് നോക്കി. അല്ല
നിങ്ങളൊക്കെ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്നവരാണോ? അല്ല, ഈ മുണ്ടുടുത്ത് കണ്ടതുകൊണ്ട് ചോദിച്ചാ. അതാ, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാ. ആ ഇൻസ്റ്റയില് വീഡിയോ ചെയ്യുന്നേ. അയ്യോ, അതേതാ ആർത്തി? അയ്യോ, ഈ അമ്മൂമ്മേനൊക്കെ കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ല കൂടെ. ഇതിനെയൊക്കെ വീട്ടിൽ തള്ളണം, മനസ്സിലായോ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിശക്കുന്നു. കൊണ്ട അവർ ഒറ്റയ്ക്ക് ഓറിയൊക്കെ വാങ്ങി തന്നെ എന്നെ കൊതിപ്പിക്കും. എനിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങി തന്നിട്ട് അഹങ്കാരികൾ. എൻ്റെ പൈസ കൊണ്ടാ തിന്നെന്ന് ഓർക്കണ്ട. ഇതിലും വലിയ അഹങ്കാരം പറയാൻ എനിക്കറിയില്ല. പറഞ്ഞെ ദൈവമേ, കവറാണ് എനിക്ക് തിന്നാൻ കൊണ്ടുവന്ന പറ്റാ. നീ ഒറ്റക്ക് അയ്യോ, നമ്മുടെ സാധനങ്ങൾ ഇതേ കാഴ്ച ഇവിടെ കൊന്നുകൂടിയിട്ടുണ്ട്. ഈ തേങ്ങയൊക്കെ നമ്മളിനി എന്നാ ചെയ്യും അമ്മേ? മമ്മ ആട്ട് പിടിച്ചിട്ട് മിക്സിയിൽ അടിച്ചാൽ മതി, നമുക്ക് അതിൻ്റെ ആ പാലെടുക്കാം അല്ലേ? ഗായ്സ്, നമ്മൾ ബസ് വരുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കാനുണ്ട്. പക്ഷെ ബസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അറിയത്തില്ല, ഇത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഹായ്, ഒന്ന് തന്നെ സഹോദരൻ. പങ്കനെ പോലെ ഇരിക്കുന്ന പനീർ റോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ? ആഹാ, കോപ്പി അടിക്കുന്ന പങ്ക, കോപ്പി അടിക്കുന്ന പങ്ക. കുഞ്ഞാച്ചി എന്റെ സ്നാപ്ചാറ്റില് വാട്ടർ കോപ്പി അടിച്ചു. ഭയങ്കര നിന്നെ ഞാൻ കുഞ്ഞാച്ചി കോപ്പി അടിച്ച വയസ്സേ ഞാൻ പോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഷെറോലിൻ സ്പെൻസർ, ഡയാന ലിയാന്റെ അവാർഡ് നോക്കി മനസ്സിലാവും. എന്റെ പോലെ കോപ്പി അടിച്ച തലമുടി അടക്കം ഞാൻ ഇങ്ങനെ വെട്ടുന്നതിലാക്കി വെച്ചേക്കോ. ഡ്രസ്സ് ഞാൻ ഒറ്റ തൊഴിയാ നീ തെറിച്ച ആ ചിക്കൻ കടയിലെ കോഴിയായിരിക്കും കേട്ടോ. ഈ പങ്ക ഞാൻ വർഷങ്ങളായിട്ട് എന്നെ വിശ്വാസമുള്ളവരങ്ങനെ പറയില്ല, ഞാൻ എന്നെ വിശ്വസിക്കൂ. പങ്കം കള്ളം മാത്രമേ പറയുള്ളൂ. ഞാൻ സ്നാപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എൻ്റെ അവാർഡർ വെച്ചിട്ട് ഈ കൊച്ച് മിനിഞ്ഞാന്ന് അവാർഡർ മാറ്റിയിട്ട് എൻ്റെ പോലെ ആക്കി വെച്ചിട്ട് കൊച്ചിരുന്ന് സംസാരിക്കുന്ന കേട്ടില്ലേ? നിങ്ങൾ ആ മണ്ടനൊന്നും വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. കണ്ടില്ല, എല്ലാം പറഞ്ഞു. പിന്നെ ബർഗറി പിടിക്കരുത്. അത് ബസ് വരുന്നു ഗായ്സ്. ഇതാണ് നമ്മുടെ നൈസ് ബസ്. ഓ ഓ ഓ ശരി ശരി ശരി. ഓ ഗായ്സ്, ഇത് നമ്മുടെ കൽപ്പറ്റ ബസ് കേട്ടോ നൈസ്. ഓ, ബസ് നമുക്ക് നല്ല സൗകര്യമായിട്ട് നിർത്തുന്നുണ്ട്. എടാ, എന്താ പ്രശ്നം? വായില്ല, ഇപ്പൊ നിലത്ത് കിടക്കൂടെ ഷൂ തന്നെ. ഗായ്സ്, ഇതേ അമ്മ വണ്ടി വിളിക്കുന്നുണ്ട് നമുക്ക് പോവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ മിക്കവാറും വേണിച്ചിറയിൽ നിന്ന് തന്നെ നമ്മൾ വണ്ടി വിളിക്കേണ്ടി വരും. അവിടെ നിൽക്കുന്നവരൊക്കെ ബസ്സിന് കയറുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമുക്ക് അതിൽ പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഗായ്സ്. അവരിതേ സാധനം വാങ്ങാൻ പിന്നെ ഒന്നുകൂടി പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ് ഇല്ലേ പറ്റി? അയ്യോ, മൈ ക്യാമറ ഗെറ്റ് ബ്ലർ ഗായ്സ്. അപ്പം ഞാൻ എൻ്റെ സഞ്ചി എടുത്തു. ഞാനോ നമ്മളെല്ലാവരും ചപ്പറിയാ, മഴയും കൂടി തന്നിട്ട് പിന്നെ പറയണം. അപ്പോൾ നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ ഇതേ അമ്മച്ചിക്ക് മരുന്ന് വാങ്ങി. അപ്പോൾ അമ്മച്ചി ഇതേ പതുക്കെ ഇറങ്ങി പോവാണ്. പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇറങ്ങി പോവാം ഗായ്സ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ഹോം. ബാക്ക് ടു ഹോം. യെസ്, ലെറ്റ്സ് ഗോ. എല്ലായിടത്തോടെ മുട്ടയൊക്കെ എടുത്തില്ലേ? ഓക്കെ, ഓട്ടോ വരട്ടെ കേട്ടോ. കഴിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇടവഴിയുണ്ട്. തല എടുത്തു. അയ്യോ, ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല അല്ലേ അമ്മ? മഴ നനഞ്ഞിട്ട്. അയ്യോ, അമ്മച്ചി എങ്ങോട്ടാ പോന്നെ? മഴ പെയ്തിട്ട് ആകെ സ്റ്റെപ്പൊക്കെ ഫുള്ള് നനഞ്ഞ് മോസ്റ്റ് ആയിപ്പോയി. അപ്പൊ നമുക്ക് ഓ, ഇനി വണ്ടി വന്ന് നേരെ കയറിപ്പോയാൽ നമ്മുടെ കാര്യം ഓവർ. അമ്മച്ചിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കാര്യം. അമ്മച്ചിക്ക് കാല് വേനയാണ്. അമ്മച്ചി കാല് വേന കുറവുണ്ടോ? കഴിച്ചില്ലല്ലോ. ഡോക്ടറെ കണ്ടാൽ നമുക്ക് വലിയൊരു ആശ്വാസമല്ലേ അമ്മച്ചി? പക്ഷേ ഇല്ലേ മമ്മേ, മോസ്റ്റ് പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നമ്മുടെ ഡോക്ടറെ കാണാൻ. ഒരു സെൽഫി എടുത്താലോ ഗൈസ്? ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ടേക്ക് സം സെൽഫി. യാ, ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി വന്നു. അമ്മച്ചി ഓടി. ഇന്ത്യന്മാരെല്ലാരും ഓടി. അടുത്തോട്ട് പോന്ന് തെറി വിളിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യനെ. ഇത് ഈ ഇന്ത്യയിൽ ഇങ്ങനെയാണ്. തിരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണില്ല, പിന്നെ മനുഷ്യന് പറയാത്ത ഒന്നുമില്ല, അറിയോ? അതെന്റെ ലേസ് കഴിഞ്ഞു ഗൈസ്. ഇത് കണ്ടോ? ചൂടിൻ്റെ കോല ആകെ അവസ്ഥ കേട്ടോ. നമുക്ക് എന്നാ അത് പിടിച്ചേ. ഞാൻ ഇരിക്കട്ടെ, ഞാൻ കേട്ടോ. അപ്പനും അമ്മൂമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി എന്ന് പോകാൻ പാക്കറ്റുണ്ടോ? എല്ലാം എടുത്തില്ലേ? ഓ, ഇനി ഒരു വലിയ ബഹളമാണ് ഗൈസ്.
വീട്ടിലേക്ക് പോവാണ്. Let's go back to home. അയ്യോ കൊടയും കൊണ്ട് എന്റെ കാലിൽ കുത്തുന്ന ആരടാ? ഇറങ്ങി പതുക്കെ ഇറങ്ങിയ വെച്ച് തെന്നലുണ്ടേ. അതോ നശിപ്പിച്ചു ഗൈസ്. ഈ മമ്മ എന്ത് കാണിച്ചത്? മഴ പെയ്ത് വെള്ളം സംഭരിക്കാൻ മമ്മ ചെയ്ത പണിയാ ഗൈസ്. അമ്മച്ചി വെള്ളം സംഭരിക്കുന്നുണ്ടോ കോട? നമ്മളിന്ന് ഇങ്ങനെയാണ് കണ്ടോ കണ്ടോ മമ്മ കൊട കളഞ്ഞു പെങ്കിളി. അമ്മ ഇങ്ങനെ വെച്ചാൽ മതി വെള്ളം കിട്ടാൻ. അതന്നെ കണ്ടോ ഞങ്ങൾ ഇങ്ങനെയാണ് ഞാൻ പിന്നെ സ്കൂളിൽ പോകുമ്പോഴേ ഗണപതി കടവിന്റെ അവിടെ വരുമ്പോ എന്റെ കുട ഇങ്ങനെയാകും. അങ്ങനെ കാറ്റായിട്ടാണോ? അമ്മ ഗണപതി കടവ് അതല്ലേ നമ്മളൊന്ന് പോയേ? എന്റെ ടൗണിൽ എന്റെ ഇങ്ങനെയല്ല എന്റെ ഇങ്ങനെയല്ല നിവർത്ത ചുരുങ്ങിക്കൊണ്ട് പോകും. ഹലോ ഹലോ ഗായ്സ് അറ്റ് ലാസ്റ്റ് നമ്മളിത് ഞാൻ പിടിക്കേണ്ട കൈ പിടിച്ച് ഇങ്ങോട്ട്. ചേട്ടാ ഞാൻ വേണ്ട 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 നിങ്ങൾ ആരെങ്കിലും പോയി എന്റെ വടി ഇങ്ങെടുത്തോണ്ട്. വേണ്ട വേണ്ട ഞാനുള്ളപ്പോ വടീന്റെ ആവശ്യമൊന്നുമില്ല. എടാ കൊട വേണ്ട വേണ്ട വേണ്ട. എടാ കൊട ചുരുക്ക്. അത് അങ്ങനെ ചുരുക്കാൻ എങ്ങനെ പിടിക്കാൻ? പോ ഇനി വീട്ടിൽ ചെന്നിട്ട് ആക്കാന്നേ. ശരിയാ. ഇതേ മീശ ഓറിയോക്കോ ഗായ്സ്. നമ്മുടെ അതെ നമ്മുടെ മാർജാരന്മാരെല്ലാവരും ഓടി വന്നു ഗായ്സ്. മോസ്റ്റായിട്ട് അവർ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിമണി ഇതേ വരുന്നു കുഞ്ഞേ. ഓ എന്റെ ഷൂവിന്റെ ഒക്കെ അവസ്ഥ അയ്യോ അല്ലേ തന്നെ മോശം അവസ്ഥ. ഇപ്പൊ പിന്നെ പറയേ വേണ്ട മഴയും കൂടി പോയതപ്പോ കുഞ്ഞേ നോക്കിന്ന് മത്തോടാ ദീപമീ കുട്ടിമണി അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തി തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് അറിയാം മരങ്ങൾ കാരണം മുഴുവൻ നല്ല ഇരുട്ടാണ്, പിന്നെ മഴയുണ്ട്. അപ്പം നമുക്കിനി ഫസ്റ്റ് തന്നെ എനിക്ക് വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം ബിസ്ക്കറ്റ് എടുത്ത് വയറ്റിലാക്കട്ടെ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ശശി വ്ളോഗാണ്. നമ്മൾ ആക്ച്വലി നമ്മൾ തേങ്ങ ആട്ടാൻ പോകുന്നതാണ്, പക്ഷെ കാര്യത്തിലൊന്നും നടന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്കൂൾ വ്ളോഗിലൂടെ ഗായ്സ് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ പോയിട്ട് ഓടി വരാം ഗായ്സ്. ബൈ.